കുറച്ച് ദിവസങ്ങളായി നവാസിന്റെ മക്കൾ വളരെയധികം സങ്കടത്തിലാണ്. മക്കൾ മാത്രമല്ല രഹ്നയും. നവംബർ 11-നാണ് ഒടുവിലായി മക്കൾ നവാസിന്റെ പേജിൽ പോസ്റ്റ് ഇട്ടത്. അവരുടെ വാപ്പച്ചി ആക്റ്റീവ് ആയിരിക്കുന്നു എന്ന് അവർക്ക് തോന്നാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു, വാപ്പച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് മാറുകയും പിന്നീട് അത് പെട്ടെന്ന് പബ്ലിഷ് ആവുകയും ചെയ്യുമ്പോൾ വാപ്പച്ചി ഇപ്പോഴും അതിൽ ആക്റ്റീവ് ആണല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് മക്കൾ സമാധാനിക്കുന്നു എന്നാണ്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ അവരെ കടന്നാക്രമിച്ചു. പിതാവ് പോയ അവസരം മുതലെടുത്ത് മക്കൾ 3 പേരും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ആ പാവം കുട്ടികൾ കേൾക്കേണ്ടി വന്നത്. മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ചില കാര്യങ്ങൾ കേട്ടപ്പോൾ കുട്ടികളുടെ മനസ്സ് തകർന്നു. അവരുടെ ഉദ്ദേശം ശരിയായി മനസ്സിലാക്കാതെ ചില മനസാക്ഷിയില്ലാത്തവർ പറഞ്ഞു പ്രചരിപ്പിച്ച കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് പറയാൻ പോലും നമുക്ക് സാധിക്കില്ല. കാരണം അത്രമാത്രം കുത്തി മുറവേൽപ്പിക്കുന്ന വാക്കുകളാണ് ഇക്കൂട്ടർ ആ കുട്ടികൾക്ക് നേരെ ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വിരലിൽ എണ്ണാവുന്നത്ര ആളുകൾ മാത്രമാണ്. എന്നാൽ നവാസിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒരുപാട് സ്നേഹിക്കുന്ന ചില വ്യക്തികൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ മക്കളോട് പറയുന്നത് അവരുടെ വിശേഷങ്ങൾ എല്ലാം തന്നെ നവാസിന്റെ പേജിൽ ഷെയർ ചെയ്യണമെന്നാണ്. അവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുവരെ ആർക്കും അറിയാൻ സാധിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ മക്കൾ പറയുമ്പോൾ മനസാക്ഷിയുള്ളവർക്ക് അത് അതിന്റെ അർത്ഥത്തിൽ കാണാൻ സാധിക്കും. നവംബർ 11-ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറിപ്പിലെ ആ മക്കളുടെ വേദന മനസ്സിലാക്കി നിരവധി പേർ സപ്പോർട്ടുമായി എത്തിയിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം ചെയ്തോളൂ, ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട്, ആളുകൾ എന്തും പറഞ്ഞുകൊള്ളട്ടെ. ഇതൊക്കെയായിരുന്നു ആ കമന്റുകളുടെ എല്ലാം ഉള്ളടക്കം. ഇപ്പോൾ നവാസിന്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വരാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ വളരെയധികം സങ്കടത്തിലാണെന്ന് മക്കൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ചിലരുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ മക്കൾ ആക്റ്റീവായി തന്നെ ഇരിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന നിരവധി കമന്റുകളും പുറത്തു വരുന്നുണ്ട്.